Dear students, welcome to the class of fluid mechanics. In this class, we will discuss some problems related to laminar flow through circular pipe. ആദ്യം പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെപ്പറ്റി അതിനാവശ്യമായ തിയറി ബാക്ക്ഗ്രൗണ്ട് നോക്കാം. ഫസ്റ്റത്തത് റെയ്നോൾഡ്സ് നമ്പർ. റെയ്നോൾഡ്സ് നമ്പറിൻ്റെ യൂസ് എന്താണ്? ഒരു ഫ്ലോ ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് റെയ്നോൾഡ്സ് നമ്പർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ലാമിനാർ ഫ്ലോ ആണെങ്കിൽ അതിന് സം സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ടർബുലൻ്റ് ആണെങ്കിൽ അതിനും ഇക്വേഷൻസ് ഉണ്ട്. ആദ്യം ഫ്ലോ എന്താണെന്ന് അറിയണം. ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ എന്ന് അറിയണം. അതറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിച്ചാൽ മതി. ഫ്ലോയിങ് ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി റോ ആണ്, പൈപ്പിൻ്റെ ഡയമീറ്റർ ഡി ആണ്, ആവറേജ് വെലോസിറ്റി വി, പിന്നെ ഫ്ലൂയിഡിൻ്റെ ഡൈനാമിക് വിസ്കോസിറ്റി മ്യൂ ആണ്, കൈനമാറ്റിക് വിസ്കോസിറ്റി ന്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ എന്താണ്? റെയ്നോൾഡ്സ് നമ്പർ ഈസ് ഈക്വൽ ടു റോ വി ഡി ബൈ മ്യൂ. അല്ലെങ്കിൽ കൈനമാറ്റിക് വിസ്കോസിറ്റിയും ഡൈനാമിക് വിസ്കോസിറ്റി അല്ലെങ്കിൽ അബ്സലൂട്ട് വിസ്കോസിറ്റി തമ്മിലുള്ള റിലേഷൻ എന്താണ്? ന്യൂ ഈസ് ഈക്വൽ ടു മ്യൂ ബൈ റോ ആണ്. ഈ ഇക്വേഷനിൽ മ്യൂ ബൈ റോ, അതിൻ്റെ സ്ഥാനത്ത് ന്യൂ കൊടുത്താൽ കിട്ടും റെയ്നോൾഡ്സ് നമ്പർ ഈസ് ഈക്വൽ ടു വി ഡി ബൈ ന്യൂ കിട്ടും. ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. ഒന്നിക്കൽ റെയ്നോൾഡ്സ് നമ്പർ ഈസ് ഈക്വൽ ടു റോ വി ഡി ബൈ മ്യൂയോ അല്ലെങ്കിൽ വി ഡി ബൈ ന്യൂയോ ഏതെങ്കിലും വെച്ചിട്ട് റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കുക. റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ വാല്യൂ 2300 കുറവാണെങ്കിൽ ഫ്ലോ എന്തായിരിക്കും? ലാമിനാർ ഫ്ലോ ആയിരിക്കും. 4000 കൂടുതലാണെങ്കിൽ ടർബുലൻറ്റ് ഫ്ലോ ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ ട്രാൻസിഷൻ. ഓക്കെ, ഇതാണ് റെയ്നോൾഡ്സ് നമ്പറിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഫ്ലോ ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ ഡിറൈവ് ആയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. ടോ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ ബൈ 2. ഏത് ലൊക്കേഷനിലെ ഷിയർ സ്ട്രെസ്സും റേഡിയൽ ഡയറക്ഷനിൽ ഏത് ലൊക്കേഷനിലെ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനും ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഡോ പി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഗ്രേഡിയൻറ്റ്. ഇതാണ് നമ്മൾ എക്സ് ഡയറക്ഷൻ, ഫ്ലോ നടക്കുന്ന ഡയറക്ഷനാണ് എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ആർ എന്താണ്? റേഡിയസ് വാല്യൂ ആണ്. മെഷർ ചെയ്യുന്ന സെൻറ്റർ ലൈനിനാണ് നമ്മൾ റേഡിയസ് മെഷർ ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കണം. സെൻറ്റർ ലൈനിന് ഔട്ട്ലോട്ടാണ് റേഡിയസ് മെഷർ ചെയ്യുന്നത്. ഇനി ഈ ഷിയർ സ്ട്രെസ് മാക്സിമം ഉണ്ടാവുക എവിടെയാണ്? അല്ലെങ്കിൽ സീറോ ഷിയർ സ്ട്രെസ് എവിടെയാണ് ഉണ്ടാവുക? ഇവിടെ ഞാൻ റേഡിയസിൻ്റെ വാല്യൂ 0 കൊടുക്കുന്നത്. മീൻസ് സെൻറ്റർ ലൈനിലാണ്. അവിടെയിലെ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ 0 ആയിരിക്കും. അതുപോലെ മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് വെച്ചാൽ ഈ സ്മോൾ ലെറ്റർ ആറിൻ്റെ എടുക്കുക, റേഡിയസ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതാണ് ഇതിൻ്റെ മാക്സിമം. ഈ സ്മോൾ ആറിൻ്റെ മാക്സിമം വാല്യൂ എന്ന് വെച്ചാൽ നമ്മളെ റേഡിയസ് ആണ്. ഈ സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ വേരിയബിൾ ആണ്, സെൻറ്റർ എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. മാക്സിമം പോസിബിൾ വാല്യൂ എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ ആർ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ഷിയർ സ്ട്രെസ് മാക്സിമം ആവും. ടോ മാക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ ബൈ 2. അത് വാളിലാണ് ഷിയർ സ്ട്രെസ് ഉണ്ടാവുക. സെൻറ്ററിൽ ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും, വാളിൽ ഷിയർ സ്ട്രെസ് മാക്സിമം ആയിരിക്കും. ഓക്കെ, ഡിസ്ട്രിബ്യൂഷനൊക്കെ ലാസ്റ്റ് ക്ലാസ് പറഞ്ഞതാണ്. ഈ മാക്സിമം ഷിയർ സ്ട്രെസ്സിനെ വാൾ ഷിയർ സ്ട്രെസ് എന്നും കൂടെ പറയലുണ്ട്. അടുത്തത് പ്രഷർ ഗ്രേഡിയൻറ്റ്. ഈ ഡോ പി ബൈ ഡോ എക്സിന് പറയുന്നതാണ് പ്രഷർ ഗ്രേഡിയൻറ്റ്. അതായത് ചേഞ്ച് ഇൻ പ്രഷർ വിത്ത് ചേഞ്ച് ഇൻ ലെങ്ത് ഇൻ എക്സ് ഡയറക്ഷൻ. അതാണ് ഈ ഡോ പി ബൈ ഡോ എക്സ്. അല്ലെങ്കിൽ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ഞാൻ ഈ രണ്ട് ലൊക്കേഷൻ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോ പി ചേഞ്ച് ഇൻ പ്രഷർ, ഇവിടുത്തെ പ്രഷർ മൈനസ് ഇവിടുത്തെ പ്രഷർ, P2 മൈനസ് P1 കിട്ടി. ഇനി ഡിസ്റ്റൻസ് ആണെങ്കിലോ x2 മൈനസ് x1. ഈ x2 ആൻഡ് x1 ഒരു ആർബിട്രറി റെഫറൻസ് നിന്ന് ഡിസ്റ്റൻസ് ഞാൻ മെഷർ ചെയ്തതാണ്. ഒന്ന് x1ഉം ഒന്ന് x2. ഓക്കെ, എന്ത് കിട്ടും? P2 മൈനസ് P1 ബൈ ഈ x2 മൈനസ് x1 എന്താണ്? L ആണ്. ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. P1ൻ്റെയും P2 രണ്ട് സെക്ഷൻ എടുക്കൽ ഡിഫറൻസ് ആണ് L എന്ന് പറയുന്നത്. ഇനി എലോങ് ദി ഫ്ലോ ഡയറക്ഷൻ പ്രഷർ എപ്പോഴും ഡിക്രീസിങ് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ എലോങ് ദ ഫ്ലോ ഡയറക്ഷൻ എന്നുണ്ട് ലോസസ് ഉണ്ട്. ലോസസ് കൊണ്ട് എന്തുണ്ടാവും? ഡിക്രീസ് ഇൻ പ്രഷർ ഉണ്ട്. അതായത് ഇവിടെ ആയിരിക്കും ഹയർ പ്രഷർ ഉണ്ടാവുക, ഇവിടെ ആയിരിക്കും ലോ പ്രഷർ ഉണ്ടാവുക കമ്പയർ ചെയ്യുന്ന സമയത്ത്. അതായത് ഈ P2 എന്ന് പറയുന്നത് P1നെക്കാട്ടിയും ലെസ് ദാൻ ആയിരിക്കും എപ്പോഴും. അതിൻ്റെ മീനിങ് എന്താണ്? ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? P1 ആണ് വലുത്. അങ്ങനെയാണെങ്കിൽ ഈ മുകളിലത്തെ ടേം എന്തായി? നെഗറ്റീവായി. ലെങ്ത്ത് എന്തായാലും പോസിറ്റീവ് തന്നെ. മീൻസ് ആ ഡോ പി ബൈ ഡോ എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആയിരിക്കും. അല്ലെങ്കിൽ ഡോ പി ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുക നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഈ നെഗറ്റീവിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് ആവും. ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ നമുക്ക് പോസിറ്റീവ് തന്നെ കിട്ടും. ഓക്കെ,
അടുത്തത് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ. വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. u is equal to -1/4 mu dou p by dou x into r square minus r square. ഇതിൽ r എന്ന് വെച്ചാൽ സെയിം തന്നെ, സെൻറ്ററിൽ നിന്നില്ല ആ റേഡിയൽ ഡിസ്റ്റൻസ്. ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ഏത് ലൊക്കേഷനിലില്ല വെലോസിറ്റിയും കണ്ടുപിടിക്കാം. മീൻസ് ഏത് റേഡിയസിലില്ല വെലോസിറ്റിയും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ, വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചാൽ. ഇനി മാക്സിമം വെലോസിറ്റി എവിടെയാണ് ഉണ്ടാവുക? ഇനി ഈ ഒരു ഇക്വേഷനിൽ ഞാൻ ഈ ആറിൻ്റെ എടുക്കാം, സ്മോൾ ലെറ്റർ ആറിൻ്റെ എടുക്കാൻ ഞാൻ ഈ ഇതിൻ്റെ റേഡിയസ് തന്നെ, പൈപ്പിൻ്റെ റേഡിയസ് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ക്യാപിറ്റൽ ആർ കൊടുത്താൽ എന്താവും? ഈ ഇക്വേഷൻ 0 മാറും. അതായത് ക്യാപിറ്റൽ ആർ കൊടുക്കുന്ന സമയത്ത് ഞാനിവിടെ വാളിലെത്തി. വാളിൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. ഓക്കെ, അതാണ് നോ സ്ലിപ്പ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ആറിന് 0 കൊടുക്കുന്നു. ആറിന് 0 എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ മൂവ് ചെയ്യുന്നില്ല, സെൻറ്ററിൽ തന്നെ നിൽക്കുന്നു. അവിടെ എന്തായിരിക്കും? അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ അന്നേരം ഇക്വേഷൻ നോക്കി എന്ത് മനസ്സിലാവും? മാക്സിമം ആയിരിക്കും അത്. മാക്സിമം വെലോസിറ്റി പറഞ്ഞാൽ -1/4 mu dou p by dou x into r square. അതെവിടെ ഉണ്ടാവുക? സെൻറ്ററിലാണ് ഉണ്ടാവുക. ആ ഒരു വെലോസിറ്റിനെ സെൻറ്റർ ലൈൻ വെലോസിറ്റി നമ്മൾ പറയലുണ്ട്. മാക്സിമം വെലോസിറ്റി അല്ലെങ്കിൽ സെൻറ്റർ ലൈൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഇതാണ്. ആ വെലോസിറ്റിയുടെ വേരിയേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മനസ്സിലാക്കുക, മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് സെൻറ്ററിലാണ്. വാളിൽ എന്തായിരിക്കും? 0 വെലോസിറ്റി ആയിരിക്കും. ഇനി ആവറേജ് വെലോസിറ്റി അങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ്, പൈപ്പിലൂടെയുള്ള ആക്ച്വൽ ഡിസ്ചാർജ് ബൈ ഏരിയ ഓഫ് പൈപ്പ്. സർക്കുലർ പൈപ്പാണ്, അതുകൊണ്ടാണ് ഏരിയ πr² വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ π/4 d², d ഡയമീറ്റർ ആണെങ്കിൽ. ഇതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. u ബാർ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു -1/8 mu dou p by dou x into r². ഇതിൻ്റെ റേഷ്യോ എന്തായിരുന്നു? മാക്സിമം വെലോസിറ്റി ഡിവൈഡ് ബൈ ആവറേജ് വെലോസിറ്റി. ഇതിൻ്റെ റേഷ്യോ 2 ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 2 കിട്ടും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ മാക്സിമം വെലോസിറ്റി തന്നിട്ടുണ്ടാവും, ഇതിൽ നിന്ന് ആവറേജ് വെലോസിറ്റി ഒക്കെ കണ്ടുപിടിക്കാനുണ്ടാവും. ഈ ഒരു റിലേഷൻ u max/u bar ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഹെയ്ഗൻ പോയ്സൺലി ഇക്വേഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹെഡ് ലോസ്, പ്രഷർ ലോസ് അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ഹെയ്ഗൻ പോയ്സൺലി ഇക്വേഷൻ എന്ന് പറയുന്നത്. 2 സെക്ഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലോട്ട് ഫ്ലോ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രഷർ ഡ്രോപ്പ് P1 - P2. എന്താ ഇക്വേഷൻ? 32 mu u bar L by d². ഇതും ലാസ്റ്റ് ക്ലാസ്സിൽ ഡിറൈവ് ചെയ്ത ഇക്വേഷനാണ്. ഇത് ഡ്രോപ്പ് ഇൻ പ്രഷറാണ്. ഇനി ഹെഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? P/ρg ചെയ്താൽ മതി. ഇതിനെ ρgനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി, ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. പ്രഷറിനെ ρgനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താവും? നമുക്ക് ഹെഡിലോട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടും. അന്നേരം HF ഈസ് ഈക്വൽ ടു P1 - P2/ρg ഈസ് ഈക്വൽ ടു 32 mu u bar L by ρg d². ഇതാണ് നമ്മളെ ഹെയ്ഗൻ പോയ്സൺലി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഉപയോഗിക്കുന്നത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലോട്ട് ഫ്ലോ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു L എന്ന് പറഞ്ഞ ലെങ്ത്തിൽ ഫ്ലോ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷനാണിത്, ഹെയ്ഗൻ പോയ്സൺലി ഇക്വേഷൻ. ലാമിനാർ ഫ്ലോനാണ് ഹെയ്ഗൻ പോയ്സൺലി ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: A crude oil of viscosity 0.97 poise and relative density 0.9 is flowing through a horizontal circular pipe of diameter 100 mm and of length 10 meter. Calculate the difference of pressure at the two ends of the pipe if 100 kg of oil is collected in a tank in 30 seconds. ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡൈനാമിക് വിസ്കോസിറ്റിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. 0.97 പോയിസ് ആണ്. CGS യൂണിറ്റ് ആണ്. SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? പോയിസിനെ SI യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ബൈ 10. ഓക്കെ, അന്നേരം പോയിസ് SI യൂണിറ്റിലോട്ട് കൺവേർട്ടായി. ഇനി റിലേറ്റീവ് ഡെൻസിറ്റി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ആയിട്ടുണ്ട് 0.9 ആണ്. ഡെൻസിറ്റി ഇട്ടാൽ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ചെയ്താൽ മതി. ഓക്കെ, ഡെൻസിറ്റി കിട്ടി. പിന്നെ D തന്നിട്ടുണ്ട്, Lഉം തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിഫറൻസ് ഓഫ് പ്രഷർ അറ്റ് 2 ends ആണ്. അപ്പം ഒരു എൻഡ് 1, അടുത്ത എൻഡ് 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? P1 - P2 ആണ് കണ്ടുപിടിക്കേണ്ടത്. വേറെ ഇതിൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ ഒരു കാര്യം തന്നിട്ടുണ്ട്. 10 kg ഓഫ് ഓയിൽ ഈസ് കളക്റ്റഡ് ഇൻ എ ടാങ്ക് ഇൻ 30 seconds. അവർ 30 seconds കൊണ്ട്
100 കിലോഗ്രാമാണ്. 100 കിലോഗ്രാം ഓഫ് ഓയിൽ ഈസ് കളക്റ്റഡ് 30 സെക്കൻഡ് ഉണ്ട്. അത് മാസ് എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാമാണ്. ടൈം എന്ന് പറയുന്നത് 30 സെക്കൻഡാണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് P1 മൈനസ് P2 ആണ്. P1 മൈനസ് P2 വരുന്ന ഇക്വേഷൻ ഏതാണ്? P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു 32 mu u bar L by d സ്ക്വയർ. ലാമിനാർ ഫ്ലോനാണ് ആ ഇക്വേഷൻ അപ്ലിക്കബിൾ. അതിപ്പം അപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യം ഫ്ലോൻ്റെ നേച്ചർ കണ്ടുപിടിക്കണം. ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ അറിയണം. അതറിയണമെങ്കിൽ റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കണം. റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷനിൽ ആവറേജ് വെലോസിറ്റി റോ വി ഡി ബൈ മ്യൂ, അല്ല വി എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റിയാണ്. ഇവിടെ ഞാൻ യു ബാർ എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ഏരിയ. ഡിസ്ചാർജ് ബൈ പൈപ്പിൻ്റെ ഏരിയ ചെയ്താൽ ആവറേജ് വെലോസിറ്റി കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി പാരാമീറ്റേഴ്സ് അറിയാമെങ്കിൽ നമുക്ക് റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കാം. റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിച്ചാൽ മനസ്സിലാവും ഫ്ലോ ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ എന്ന്. ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം. P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു 32 mu u bar L by d സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ആദ്യം ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 30 സെക്കൻഡ് കൊണ്ട് 100 കിലോഗ്രാം കളക്ട് ചെയ്യുന്നുണ്ടെന്നാണ്. ഓക്കെ, ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത് 100 കിലോഗ്രാം 30 സെക്കൻഡിൽ കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാസ് ഫ്ലോ റേറ്റ് എന്തായിരിക്കും? മാസിൻ്റെ ഫ്ലോ റേറ്റ്, ആ മാസ് ബൈ ടൈം എടുത്താൽ എന്ത് കിട്ടും? അതിൻ്റെ ഫ്ലോ റേറ്റ് കിട്ടും. പെർ സെക്കൻഡിലുള്ളത് കിട്ടും. എന്താണ്? 100/30 3.33 കിലോഗ്രാം പെർ സെക്കൻഡ്. പെർ സെക്കൻഡിൽ ഇത്രയാണ് കിട്ടുന്നത്. ഇത് കിലോഗ്രാം പെർ സെക്കൻഡ്. നമ്മുടെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിൽ അല്ലെങ്കിൽ വോളിയം പെർ സെക്കൻഡിലാണ് വേണ്ടുന്നത്. ഈ മാസ് ഫ്ലോ റേറ്റിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? വോളിയം ഫ്ലോ റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? നമുക്ക് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ഉണ്ട്, അല്ലെങ്കിൽ മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഞാൻ ഡിവൈഡ് ബൈ ടൈം ചെയ്യുന്ന രണ്ട് സൈഡിലും എന്ത് കിട്ടും? മാസ് ഫ്ലോ റേറ്റ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഫ്ലോ റേറ്റ്. വോളിയം ഫ്ലോ റേറ്റ് പറഞ്ഞാൽ ഡിസ്ചാർജ്, യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ വോളിയം ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ ഡിസ്ചാർജ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ക്യൂ ഈസ് ഈക്വൽ ടു എം ഡോട്ട് ബൈ റോ ചെയ്താൽ എന്ത് കിട്ടും? ഡിസ്ചാർജിൻ്റെ വാല്യൂ കിട്ടി. ഡിസ്ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുക. ക്യൂ ബൈ ഏരിയ ഓഫ് പൈപ്പ്, π/4 ഇൻറ്റു d സ്ക്വയർ. എന്ത് കിട്ടും? അതിൻ്റെ യു ബാറിൻ്റെ വാല്യൂ കിട്ടും. ആവറേജ് വെലോസിറ്റീൻ്റെ വാല്യൂ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഫ്ലോ ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ ചെക്ക് ചെയ്യുന്നത്. അതറിയണമെങ്കിൽ ഇപ്പം റോ വി ഡി ബൈ മ്യൂ എന്ന് പറഞ്ഞ ഇക്വേഷനിൽ ഡെൻസിറ്റി അറിയാം, ഡയമീറ്റർ അറിയാം നമുക്ക്, പിന്നെ മ്യൂവിൻ്റെ വാല്യൂ അറിയാം. വി എന്ന് പറഞ്ഞാൽ ആവറേജ് വെലോസിറ്റി. ഞാൻ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്ത് യു ബാർ. വിയും യു ബാറും സെയിം തന്നെയാണ്. സിമ്പിൾ എന്താ ആയിക്കോട്ടെ, ഇവിടെ എടുക്കേണ്ടത് ആവറേജ് വെലോസിറ്റിയാണ്. ഓക്കെ, റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടുന്നത്? വാല്യൂ കിട്ടിയിട്ടുണ്ട് 436.91. ഇതെന്ന് വെച്ചാൽ 2300-നെക്കാട്ടിയും ചെറിയ വാല്യൂ ആണ്. അതുകൊണ്ട് ഫ്ലോ എന്താണ്? ലാമിനറാണ്. ഇനി പ്രഷർ, ആ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് ഇക്വേഷൻ ഉപയോഗിക്കുക. 32 mu u bar L by d സ്ക്വയർ. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും? 1462.28 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ. എ ക്രൂഡ് ഓയിൽ ഓഫ് വിസ്കോസിറ്റി 0.97 പോയിസ് ആൻഡ് റിലേറ്റീവ് ഡെൻസിറ്റി 0.9 ഈസ് ഫ്ലോയിങ് ത്രൂ എ ഹൊറിസോണ്ടൽ സർക്കുലർ പൈപ്പ് ഓഫ് ഡയമീറ്റർ 100 mm and of length 15 meter. Calculate the difference of pressure at the two ends of the pipe if 100 kg of oil is collected in a tank in 25 seconds. മെക്കാനിക്കലിൻ്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആയിരുന്നു, ജൂലൈ 2017. ഇപ്പം ചെയ്ത സെയിം മോഡലാണ്. ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. എൻ ഓയിൽ ഓഫ് വിസ്കോസിറ്റി 0.1 Newton second per meter square and relative density 0.9 is flowing through a circular pipe of diameter 50 mm and of length 300 meter. The rate of flow of fluid through the pipe is 3.5 liter per second. Find the pressure drop in a length of 300 meter and also the shear stress at the pipe wall. Shear stress at the pipe wall എന്ന് പറഞ്ഞാൽ മാക്സിമം ഷിയർ സ്ട്രെസ്. അതാണ് അതിൽ കണ്ടുപിടിക്കാനില്ല. രണ്ട് കാര്യങ്ങൾ, പ്രഷർ ഡ്രോപ്പും ഷിയർ സ്ട്രെസ്സും. ഓക്കെ, തന്നിരിക്കുന്ന വാല്യൂസൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്നുകൊണ്ട് ഡെൻസിറ്റി കണ്ടുപിടിക്കണം. പിന്നെ ഡയമീറ്റർ വന്നിട്ടുണ്ട് 50 mm, മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. ലെങ്ത് എന്ന് പറഞ്ഞാൽ 300 meter ആണ്. ഡിസ്ചാർജ് തന്നിരിക്കുന്നത് ലിറ്റർ പെർ സെക്കൻഡിലാണ്. അതിനെ SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. 1 liter is equal to 10⁻³ meter cube. ഓക്കെ, അത് വെച്ചിട്ട് കൺവേർട്ട് ചെയ്യണം. SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്.
ഇനി ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നതിനാണ് നമുക്ക് റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കണം, പിന്നെ പ്രഷർ ഡ്രോപ്പിൻ്റെ ഇക്വേഷനിൽ ആവശ്യമാണ്. ആവറേജ് വെലോസിറ്റി എന്ന് വെച്ചാൽ ക്യൂ ബൈ ഏരിയ, ഡിസ്ചാർജിൻ്റെ വാല്യൂ വരെങ്കിൽ ഏരിയ സർക്കുലർ π/4d² ചെയ്താൽ ആവറേജ് വെലോസിറ്റി കിട്ടും. ഇനി റെയ്നോൾഡ്സ് നമ്പർ ρVd/μ, വി എന്ന് വെച്ചാൽ ആവറേജ് വെലോസിറ്റി. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ കിട്ടി 801.9. അതും എന്താണ് 2300-നെക്കാട്ടിയും കുറവാണ്. ഫ്ലോ ലാമിനാറാണ്. നമുക്ക് ലാമിനാർ ഫ്ലോൻ്റെ ഇക്വേഷൻസ് അതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി പ്രഷർ ഡ്രോപ്പ് P1 - P2 = 32μ U/L/d². ഡയറക്റ്റ് എല്ലാ വാല്യൂസും നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, പ്രഷർ ഡ്രോപ്പ് കിട്ടും. ഇനി ചെയ്യേണ്ടത് ഷിയർ സ്ട്രെസ് അറ്റ് പൈപ്പ് വാൾ. ഷിയർ സ്ട്രെസ് അറ്റ് റേഡിയസ് R ഇക്വേഷൻ എന്താ? ടോ = -∂P/∂x × R/2. പൈപ്പ് വാളിലുള്ളത്. ഓക്കെ, ഈ ഒരു വാളിലെ റേഡിയസ് ഷിയർ സ്ട്രെസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. ആ സമയത്ത് ഈ ആറിൻ്റെ വാല്യൂ എന്താവും? ഈ ആറ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ, സെൻറ്റർ എന്നുള്ള ഏത് ലൊക്കേഷനും ആവാം. എനിക്ക് വാളിൽ വേണമെങ്കിൽ ആറിൻ്റെ വാല്യൂ എന്താവണം? പൈപ്പിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ R ആവണം. അങ്ങനെയാണെങ്കിൽ ആ വാൾ ഷിയർ സ്ട്രെസ് ഞാൻ ടോ നോട്ട് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നു. ടോ നോട്ട് = -∂P/∂x × R/2. ഓക്കെ, അതാണ് വാൾ ഷിയർ സ്ട്രെസ്സിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി ∂P/∂x അത് എന്താണെന്ന് പറഞ്ഞു. ഞാനിപ്പം -∂P/∂x ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. ജസ്റ്റ് മൈനസ് നമ്മൾ എടുത്തിട്ടുണ്ടെന്നല്ലോ. -∂P എന്ന് പറഞ്ഞാൽ P2 - P1, P2 - P1/x2 - x1. ഓൾറെഡി അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ആദ്യം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. സോൾവ് ചെയ്താൽ കിട്ടും. ഈ മൈനസിനെ കൊണ്ട് ഉള്ളിലോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ P2 - P1 എന്ന് പറയുന്നത് P1 - P2 ആയി. ഓക്കെ, P1 - P2/L. P1 - P2 ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, പ്രഷർ ഡിഫറൻസ്. ഓക്കെ, ഈ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. /L ചെയ്താൽ മതി. ഇതിൻ്റെ യൂണിറ്റ് എന്താ? Nm/m², പ്രഷറിൻ്റെത്. പിന്നെ ലെങ്ത്ത് L മീൻസ് പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് ദിസ് വാല്യൂ, അതായത് ഇത്രയും Nm²/മീറ്റർ. ഓക്കെ, യൂണിറ്റ് എങ്ങനെയാണെന്ന് എഴുതിയിട്ടുണ്ട്, ഇപ്പോൾ മനസ്സിലാവുന്നതായിരിക്കുന്നു. ഇതെന്ന് പറഞ്ഞാൽ ആ പ്രഷർ ഡ്രോപ്പ് എത്രയും Nm/m² പെർ യൂണിറ്റ് ലെങ്ത്ത്. അതുകൊണ്ടാണ് ഇങ്ങനെ യൂണിറ്റ് വന്നിരിക്കുന്നത്. ഇനി റേഡിയസ് എന്ന് വെച്ചാൽ diameter/2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാൾ ഷിയർ സ്ട്രെസ് ഇവിടെ ഇപ്പം ഈ -∂P/∂x അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ഇതാണ്. പിന്നെ R/2 അതും അറിയാം, റേഡിയസ് കണ്ടുപിടിച്ചിട്ടുണ്ട്, /2. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും, വാൾ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, എ ലാമിനാർ ഫ്ലോ ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ എ പൈപ്പ് ഓഫ് ഡയമീറ്റർ 200 mm. ദ മാക്സിമം വെലോസിറ്റി ഈസ് 1.5 m/s. ഫൈൻഡ് ദ മീൻ വെലോസിറ്റി ആൻഡ് റേഡിയസ് അറ്റ് വിച്ച് ദിസ് ഒക്കേഴ്സ്. ഓൾസോ കാൽക്കുലേറ്റ് ദി വെലോസിറ്റി അറ്റ് 4 cm ഫ്രം ദി വാൾ ഓഫ് ദി പൈപ്പ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ലാമിനാർ ഫ്ലോ ആണ്. പൈപ്പിൻ്റെ ഡയമീറ്റർ വന്നിട്ടുണ്ട് 200 mm അല്ലെങ്കിൽ 0.2 മീറ്റർ. മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് 1.5 m/s. മാക്സിമം വെലോസിറ്റി അല്ലെങ്കിൽ സെൻറ്റർ ലൈൻ വെലോസിറ്റി എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട്? മീൻ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദി മീൻ വെലോസിറ്റി ആൻഡ് ദ റേഡിയസ് അറ്റ് വിച്ച് ദിസ് ഒക്കർ. ആ മീൻ വെലോസിറ്റി എവിടെയാണ് ഒക്കർ ചെയ്യുന്നത്? ഇപ്പം സെൻറ്റർ ലൈനിൽ എന്ന് വെച്ചാൽ മാക്സിമം വെലോസിറ്റിയാണ്, പിന്നെ വാളിൽ എന്ന് വെച്ചാൽ 0 വെലോസിറ്റിയാണ്. അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ആയിരിക്കും ഈ മീൻ വെലോസിറ്റി ഒക്കർ ചെയ്യുന്നുണ്ടാവുക. അതാണ് കണ്ടുപിടിക്കേണ്ടത്, ഏത് റേഡിയസിലാണ് അത് ഒക്കർ ചെയ്യുന്നത്. പിന്നെ വേറെ എന്ന് പറയുന്നുണ്ട്, ഓൾസോ കാൽക്കുലേറ്റ് വെലോസിറ്റി അറ്റ് 4 cm ഫ്രം ദി വാൾ ഓഫ് ദി പൈപ്പ്. ഞാൻ വാളിൽ നിന്നൊരു 4 cm വരുന്ന സമയത്ത് ആ ലൊക്കേഷനിലെ വെലോസിറ്റിയും കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കേണ്ടത്. മാക്സിമം വെലോസിറ്റി എന്നുകൊണ്ട് മീൻ വെലോസിറ്റി അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? മാക്സിമം വെലോസിറ്റി ബൈ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2 ആണ്. അതുകൊണ്ട് ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം വെലോസിറ്റി /2. ഓക്കെ, മീൻ വെലോസിറ്റിയുടെ വാല്യൂ കിട്ടി. ഇനി ഈ ഒരു മീൻ വെലോസിറ്റി ഒക്കർ ചെയ്യുന്ന ലൊക്കേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അതിനൊപ്പം ആ ഇക്വേഷൻ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്തിരുന്നു. റേഡിയസ് അറ്റ് വിച്ച് U/r ഒക്കർ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് ആ ഇക്വേഷനാണ് നമ്മളെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷനെ മാക്സിമം വെലോസിറ്റിയുടെ ഇക്വേഷൻ ടേംസിലോട്ട് ജസ്റ്റ് ഒന്ന് മാറ്റുന്നു. ഇത് നമ്മളെന്താണ് നോർമൽ ഇക്വേഷനാണ്. വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഏതൊരു റേഡിയൽ ലൊക്കേഷനിലും വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഇക്വേഷനാണ് U = -1/4 μ ∂P/∂x × r² - r².
ഇതിൽ ഞാൻ ആർ സ്ക്വയർ പുറത്തെടുക്കുന്നു ഈ ഒരു ടേമിൽ നിന്ന്. ഫസ്റ്റത്തെ 1 ഉണ്ടാവും, ഇത് എന്തുണ്ടാവും ആർ സ്ക്വയർ ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ. ഓക്കെ, ഇനി മാക്സിമം വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? യു മാക്സ് ഇസ് ഈക്വൽ ടു -1/4 ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ സ്ക്വയർ. ഈ ടേം റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാക്സിമം വെലോസിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ യുവിൻ്റെ ഇക്വേഷൻ അങ്ങനെ എഴുതാം, യു ഇസ് ഈക്വൽ ടു യു മാക്സ് ഇൻറ്റു 1 - r/r ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇനി എനിക്ക് ഈ ആറിൻ്റെ വാല്യൂ, ഈ റേഡിയസിൻ്റെ വാല്യൂ ആണ്, സ്മോൾ ലെറ്റർ ആറിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എപ്പോൾ നമ്മളുടെ ഈ യു എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി ആവുന്ന സമയത്തുള്ളത്. അതാണ് ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഈ യുവിൻ്റെ വെലോസിറ്റി എന്തായി? ആവറേജ് വെലോസിറ്റി ആയി. അത് ആവുന്ന സമയത്തിലെ ഈ ഒരു ആറിൻ്റെ വാല്യൂ ഏത് റേഡിയസിലാണ് അത് സംഭവിക്കുന്നത് അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന യു 0.75, യു മാക്സിൻ്റെ വാല്യൂ നമുക്കറിയാം. പിന്നെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ബൈ 2, ഡയമീറ്ററിൻ്റെ വാല്യൂ അറിയാം. ബാക്കി എന്താണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി സോൾവ് ചെയ്തിട്ട് ഈ ആറിൻ്റെ വാല്യൂ, സ്മോൾ ലെറ്റർ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ആ ആറിലായിരിക്കും എന്ത് ഒക്കർ ചെയ്യുന്നുണ്ടാവുക? നമ്മളെ ഈ യു ബാർ ഒക്കർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോൾവ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. അടുത്ത പാർട്ട്, വെലോസിറ്റി അറ്റ് 4 സെൻറ്റിമീറ്റർ ഫ്രം ദി വാൾ. ഈ റേഡിയൽ ഡയറക്ഷനിലെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മളിപ്പോൾ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആറിൻ്റെ വാല്യൂ കിട്ടി. ആറിൻ്റെ വാല്യൂ അല്ല, ഞാനൊക്കിപ്പോൾ തന്നിരിക്കുന്നത് വാളെന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ആറെന്ന് പറഞ്ഞാൽ സെൻറ്റർ എന്നാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അത് കണ്ടുപിടിക്കുക. അതിനുശേഷം ആ വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആ ലൊക്കേഷനിലെ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഓക്കെ, വെലോസിറ്റി അറ്റ് 4 സെൻറ്റിമീറ്റർ ഫ്രം ദി വാൾ. വാളിൽ നിന്ന് ഇങ്ങോട്ട് 4 സെൻറ്റിമീറ്റർ, അങ്ങനെയാണെങ്കിൽ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും അതറിയണം. നമ്മളെ പൈപ്പിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 20 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അതുകൊണ്ട് റേഡിയസ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ റേഡിയസ് 10 സെൻറ്റിമീറ്റർ വന്നു, വാളിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 4 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റേഡിയൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും? 10 - 4. ഓക്കെ, 6 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 0.06 മീറ്റർ റേഡിയസ് കിട്ടി. ആ റേഡിയസ് 0.06 ആവുന്ന സമയത്തിലെ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കണ്ടുപിടിച്ച ഇക്വേഷൻ ഉണ്ട്, അതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. യു ഇസ് ഈക്വൽ ടു യു മാക്സ് ഇൻറ്റു 1 - 1 ഈ ആറിൻ്റെ എടുക്കാം, ഇത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ചെയ്താൽ എന്ത് കിട്ടും? 0.96 മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ഫ്ലൂയിഡ് ഓഫ് വിസ്കോസിറ്റി 0.7 പാസ്കൽ സെക്കൻഡ് ആൻഡ് specific gravity 1.3 is flowing through a circular pipe of diameter 100 mm. The maximum shear stress at the pipe wall is given as 196.2 Newton per meter square. Find the pressure gradient, average velocity and Reynolds number of flow. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന യൂണിറ്റ് പാസ്കൽ സെക്കൻഡ് ആണ്. ഈ പാസ്കൽ സെക്കൻഡ് എന്ന് വെച്ചാൽ എന്താണ്? SI യൂണിറ്റ് തന്നെയാണ്. മ്യൂസിക്കൽ ടു 0.7 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഈ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്താണ്? പാസ്കൽ. പാസ്കൽ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ SI യൂണിറ്റ്, അല്ലെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിനെയാണ് പാസ്കൽ സെക്കൻഡ്. തന്നിരിക്കുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്, ഡെൻസിറ്റി കണ്ടുപിടിക്കുക, ഡയമീറ്റർ തന്നിട്ടുണ്ട് 100 mm ആണ്, മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. പിന്നെ വാൾ ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് പ്രഷർ ഗ്രേഡിയൻറ്റ്, ആവറേജ് വെലോസിറ്റി, റെയ്നോൾഡ്സ് നമ്പർ. പ്രഷർ ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി വാൾ ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ടോ നോട്ട് ഈസ് ഈക്വൽ ടു - ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ R/2. ക്യാപിറ്റൽ R വരാനുള്ള കാരണം വാൾ ഷിയർ സ്ട്രെസ് ആയതുകൊണ്ടാണ്. ഓക്കെ, ഇതിലിപ്പം ടോ നോട്ടിൻ്റെ വാല്യൂ അറിയാം, റേഡിയസും അറിയാം. ഏത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? ഡോ പി ബൈ ഡോ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഡോ പി ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു ദിസ് മച്ച് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ പെർ മീറ്റർ. അതാണ് പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വാല്യൂ നെഗറ്റീവ് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞാണ്. ഇനി ആവറേജ് വെലോസിറ്റി യു ബാർ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു യു മാക്സ്. ഓക്കെ, ആവറേജ് വെലോസിറ്റി മാക്സിമം വെലോസിറ്റി തമ്മിലെ റിലേഷനാണ്. മാക്സിമം വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് -1/4 ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ R സ്ക്വയർ. അത് ഡിവൈഡ് ബൈ 2 ചെയ്താൽ എന്തായി? ആവറേജ് വെലോസിറ്റി ആയി. എന്ത് കിട്ടും? 1/8 ഇൻറ്റു - ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു R സ്ക്വയർ. ഇതിലിപ്പം ഡോ പി ബൈ ഡോ എക്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിൻ്റെ മൈനസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ നെഗറ്റീവ് എടുക്കണം, മീൻസ് ടോട്ടൽ പോസിറ്റീവ് കിട്ടി. ഓക്കെ, സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് 3.50 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. അടുത്ത് കണ്ടുപിടിക്കേണ്ടത് റെയ്നോൾഡ്സ് നമ്പറാണ്.
ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റെയ്നോൾഡ്സ് നമ്പർ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു യു ബാർ ഇൻറ്റു ഡി ബൈ മ്യൂ. യു ബാർ എന്ന് വെച്ചാൽ ആവറേജ് വെലോസിറ്റി, അതും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് പവർ ഈസ് റിക്വയർഡ് പെർ കിലോഗ്രാം ഓഫ് എ ലൈൻ ടു ഓവർകം ദ വിസ്കസ് റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ ഓഫ് ഗ്ലിസറിൻ ത്രൂ എ ഹൊറിസോണ്ടൽ പൈപ്പ് ഓഫ് ഡയമീറ്റർ 100 mm at the rate of 10 liter per second. Take mu is equal to 8 poise and nu is equal to 6 stokes. ക്വസ്റ്റ്യനിൽ എന്താ ചോദിക്കുന്ന, ഒരു പൈപ്പിലൂടെ ഗ്ലിസറിൻ ഫ്ലോ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട്. 10 ലിറ്റർ പെർ സെക്കൻഡ് ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട്. പിന്നെ 1 കിലോമീറ്ററിന് പെർ കിലോമീറ്റർ എന്ന് വെച്ചാൽ ലെങ്ത് എത്രയായിട്ട് എടുക്കണം? ലെങ്ത് എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ. ആ 1 കിലോമീറ്ററിലൂടെ ആ ഗ്ലിസറിൻ ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്തായാലും ലോസസ് ഉണ്ടാവും. ആ ലോസസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ റിക്വയർമെൻ്റ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. വാട്ട് പവർ ഈസ് റിക്വയർഡ് പെർ കിലോഗ്രാം ഓഫ് എ ലൈൻ ടു ഓവർകം ദ വിസ്കസ് റെസിസ്റ്റൻസ് ആണ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി തന്നിരിക്കുന്ന കാര്യങ്ങൾ, ലെങ്ത്ത് ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഡിസ്ചാർജ് ഇവിടെ ലിറ്റർ പെർ സെക്കൻഡ് ആണ്, അതിനെ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. പിന്നെ ന്യൂൻ്റെ വാല്യൂ 8 പോയിസ് ആണ്, അതിനെ SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക. 1 പോയിസ് ഇസ് ഈക്വൽ ടു 10⁻⁻⁻1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. മീൻസ് ഡയറക്റ്റായിട്ട് 10നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി പോയിസിനെ SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് കിട്ടി. പിന്നെ കൈനമാറ്റിക് വിസ്കോസിറ്റി, അതും സ്റ്റോക്സ് എന്ന് പറയുന്നത് അതിൻ്റെ CGS യൂണിറ്റ് ആണ്. സ്റ്റോക്സ് എന്ന് വെച്ചാൽ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്, അതിന് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 10⁻⁻4 4നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, എല്ലാം SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആവറേജ് വെലോസിറ്റി യു ബാർ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ഏരിയ, ഡിസ്ചാർജ് ബൈ ഏരിയ ചെയ്താൽ മതി. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ചെയ്താൽ ആവറേജ് ഫ്ലോ വെലോസിറ്റി കിട്ടും. ഓക്കെ, ഇനി പവർ റിക്വയർഡ് ടു ഓവർകം ദ ഹെഡ് ലോസ്. ആ ഫ്ലോ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹെഡ് ലോസിനെ ഓവർകം ചെയ്യാൻ ആവശ്യമായ പവർ, ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കണം. പവർ ലോസിൻ്റെ ഇക്വേഷൻ എന്താണ്? റോ ജി ക്യൂ ഇൻറ്റു HF, ഡെൻസിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ക്യൂ എന്ന് പറഞ്ഞത് ഡിസ്ചാർജ്, HF എന്ന് പറഞ്ഞാൽ ആ ഹെഡ് ലോസ്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലെങ്ത്തിലുണ്ടാകുന്ന ഹെഡ് ലോസ്. ആ ഹെഡ് ലോസ് കണ്ടുപിടിക്കാൻ ഹെയ്ഗൻ പോയ്സന്റെ ഇക്വേഷൻ ഉപയോഗിക്കുക. HF = 32 μ u bar L by rho g d square. ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഫ്ലോ ലാമിനാർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിച്ചിട്ടുണ്ട്. റോ ബി ഡി ബൈ മ്യൂ അല്ലെങ്കിൽ യു ബാർ ടു ഡി ബൈ ന്യൂ. കൈനമാറ്റിക് വിസ്കോസിറ്റി സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? 212.16. അതായത് ഫ്ലോ ലാമിനാർ ആണ്. അതുകൊണ്ട് HF കണ്ടുപിടിക്കാം. ഈ ഇക്വേഷനിൽ നമുക്ക് റോ അറിയാം, ജി അറിയാം, ക്യൂ അറിയാം. HF മാത്രമേ കണ്ടുപിടിക്കണ്ടൂ. അതറിയാമെങ്കിൽ ഡയറക്റ്റ് പവർ കണ്ടുപിടിക്കാം. ഇനി HF കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹെയ്ഗൻ പോയ്സന്റെ ഇക്വേഷൻ. ഇനി പവർ റിക്വയർഡ് റോ ജി ക്യൂ ഇൻറ്റു HF. ഇതാണ് HF എന്ന് പറയുന്നത്. ഓക്കെ, എഴുതിയിരിക്കുന്ന ഈ ഒരു ഇക്വേഷനിൽ HFനെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നു. റോ ജി ക്യൂ ഇൻറ്റു HFനെ ഹെയ്ഗൻ പോയ്സന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഈ റോ ജിയും ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് ക്യൂ ഇൻറ്റു 32 μ u bar L by d square ആണ്. ഓക്കെ, ഇനിയിപ്പം എല്ലാ വാല്യൂവും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? വാട്ടിൽ യൂണിറ്റ് കിട്ടും. അതിനെ കിലോ വാട്ടിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് പവർ ലോസ് അല്ല പവർ റിക്വയർഡ് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് റോ ജി ക്യൂ ഇൻറ്റു HF. ആ HF ഹെയ്ഗൻ പോയ്സന്റെ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കണം. ലാമിനാറാണ് ഫ്ലോ എങ്കിൽ പിന്നെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്.